തീ അത് നമ്മൾ എന്നും തന്നെ കാണാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ തീ? ഇത് ഖരമല്ല, ദ്രാവകമല്ല, വാതകമല്ല. അപ്പോൾ ശരിക്കും എന്താണ് തീ? ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. എന്താണ് തീ? അത് മനസ്സിലാക്കാൻ നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ചിന്തിക്കാം. ഇലക്ട്രിസിറ്റി ഖരമല്ല, ദ്രാവകമല്ല, വാതകമല്ല. ഇലക്ട്രോണുകളുടെ ഒഴുക്കിൻ്റെ ഫലമായി ഉണ്ടാകുന്നൊരു എഫക്റ്റാണ്. ഇതുപോലെ തീയും ഒരു എഫക്റ്റാണ്. കമ്പസ്റ്റ്യൻ അഥവാ ദഹനം എന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്. എന്താണ് ഈ കമ്പസ്റ്റ്യൻ? ഇന്ധനം ഓക്സിജനുമായി ചേർന്ന് താപം പുറത്തേക്ക് വിടുന്നൊരു രാസപ്രവർത്തനമാണ് കമ്പസ്റ്റ്യൻ. ഈ രാസപ്രവർത്തനം നടക്കാൻ 3 കാര്യങ്ങൾ വേണം. ഫ്യൂവൽ അഥവാ ഇന്ധനം, ഓക്സിഡൈസർ, ഹീറ്റ് അഥവാ താപം. കത്തുന്ന ഏതൊരു വസ്തുവിനെയും ഖരമോ ദ്രാവകമോ വാതകമോ എന്തായാലും അതിന് ഇന്ധനമായിട്ട് കണക്കാക്കാം. തടി, പേപ്പർ, നാച്ചുറൽ ഗ്യാസ്, പെട്രോൾ, അങ്ങനെ എന്തോ. കമ്പസ്റ്റ്യൻ എന്ന രാസപ്രവർത്തനത്തിന് ഒരു ഓക്സിഡൈസർ ഉണ്ടായിരിക്കണം. അതിനാണ് ഓക്സിജൻ. ഓരോ ഇന്ധനത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് അതിന് ജ്വലനം തുടങ്ങാനും അത് നിലനിർത്താനും ഒരു നിശ്ചിത താപനില ആവശ്യമാണ്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആ താപനിലയിലേക്ക് ഇന്ധനത്തെ എത്തിക്കാൻ താപം വേണം. അതൊരു സ്പാർക്കിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കത്തുന്ന ഒരു തീയിൽ നിന്നോ ഒക്കെ നൽകാവുന്നതാണ്. ഇനി എങ്ങനെയാണ് തീ ഉണ്ടാകുന്നതെന്ന് നോക്കാം. തീ ഉണ്ടാകാൻ കമ്പസ്റ്റ്യൻ നടക്കണം. അതിനുപയോഗിക്കുന്ന ഇന്ധനം വാതക രൂപത്തിലുള്ളതല്ലെങ്കിൽ അത് ചൂടാകുമ്പോൾ ചില വാതകങ്ങൾ പുറത്തേക്ക് വരും. ഈ വാതകങ്ങൾ വീണ്ടും ചൂടാകുമ്പോൾ അതിലെ മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ വിഘടിക്കും. ഇങ്ങനെ വിഘടിച്ച തന്മാത്രയുടെ ഭാഗങ്ങൾ വായുവിലെ ഓക്സിജനുമായി ചേർന്ന് ജലതന്മാത്രകളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറും. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, അതായത് ഊർജം പുറത്തേക്ക് വിടുന്ന ഒരു പ്രവർത്തനം. ഊർജമായി പുറത്തേക്ക് വരുന്നത് താപോർജവും പ്രകാശോർജവുമാണ്. ഈ താപം ഇന്ധനത്തെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കും. അങ്ങനെ ജ്വലനം തുടരും. തീക്ക് എന്തുകൊണ്ടാണ് ചൂടുള്ളതെന്നും അതെന്തുകൊണ്ടാണ് പ്രകാശം പുറത്തേക്ക് വിടുന്നതെന്നും ഇപ്പോൾ ക്ലിയറായി അല്ലേ? അപ്പോൾ തീയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.